റൊണാൾഡോ നസാരിയോ റയൽ മാഡ്രിഡിൻ്റെ വെളുത്ത കുപ്പായത്തിൽ മായാജാലം തീർത്ത ബ്രസീലിയൻ ഇതിഹാസ താരം. റയലിൽ എത്തുന്നതിന് മുൻപ് അയാൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ക്യാമ്പ് നൗവിനെ പ്രകമ്പനം കൊള്ളിച്ച ആ ഒറ്റ വർഷം റൊണാൾഡോ നസാരിയോയുടെ ബാഴ്സലോണ ചാപ്റ്റർ. 1996 ജൂലൈ 17 നെതർലാൻഡ്സിലെ PSVയിൽ നിന്ന് അന്നത്തെ ലോക റെക്കോർഡ് തുകയ്ക്ക് 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബ്രസീലിയൻ യുവാവിനെ ബാഴ്സലോണ തങ്ങളുടെ താവളത്തിലെത്തിച്ചു. പേര് റൊണാൾഡോ ലൂയിസ് നസാരിയോ. ബാഴ്സലോണയുടെ ജേഴ്സിയിൽ റൊണാൾഡോ പന്തുമായി കുതിക്കുമ്പോൾ കാണികൾ സീറ്റുകളിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. എതിരാളികൾക്ക് ഒന്ന് തൊടാൻ പോലും കിട്ടാത്ത വേഗത, കണ്ണഞ്ചിപ്പിക്കുന്ന ഡ്രിബ്ലിങ്ങുകൾ, പന്തിന്മേലുള്ള അസാധ്യമായ നിയന്ത്രണം. ദി ഫിനോമിനൻ എന്ന വിളിപ്പേര് വെറുതെ കിട്ടിയതല്ലെന്ന് അയാൾ ഓരോ മത്സരത്തിലും തെളിയിച്ചു. കോമ്പോസ്റ്റലയ്ക്കെതിരെയുള്ള ആ ഇതിഹാസ ഗോൾ മാത്രം മതി റൊണാൾഡോ എന്ന പ്രതിഭാസത്തിൻ്റെ ആഴമറിയാൻ. മൈതാനത്തിൻ്റെ പകുതിയിൽ നിന്ന് പന്തുമായി കുതിച്ച റൊണാൾഡോയെ ജേഴ്സിയിൽ വലിച്ചു കീറിയിട്ടും ഫൗൾ ചെയ്ത് വീഴ്ത്താൻ നോക്കിയിട്ടും സാധിച്ചില്ല. ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് അയാൾ ആ പന്ത് വലയിലെത്തിക്കുമ്പോൾ ബാഴ്സലോണയുടെ വിഖ്യാത പരിശീലകൻ ബോബി റോബ്സൺ വിശ്വസിക്കാനാകാതെ തലയിൽ കൈവച്ച് നിൽക്കുകയായിരുന്നു. 49 മത്സരങ്ങൾ, 47 ഗോളുകൾ, 37 ലാലിഗ മത്സരങ്ങളിൽ നിന്ന് 34 ഗോളുകൾ. ഈ അവിശ്വസനീയ പ്രകടനം ആ വർഷത്തെ ലാലിഗയിലെ ടോപ്പ് സ്കോറർക്കുള്ള പിച്ചിച്ചി പുരസ്കാരവും യൂറോപ്പിലെ മികച്ച ഗോളടിക്കാരനുള്ള യൂറോപ്യൻ ഗോൾഡൻ ഷൂവും അനായാസം റൊണാൾഡോയുടെ കൈകളിലെത്തിച്ചു. ഫിഫയുടെ ലോകത്തെ മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും ഈ സീസണിലെ പ്രകടനത്തിലൂടെ റൊണാൾഡോ സ്വന്തമാക്കി. യുഎഫ കപ്പ്, വിന്നേഴ്സ് കപ്പ്, കോപ്പ ഡെൽ റേ, സ്പാനിഷ് സൂപ്പർ കപ്പ് എന്നീ കിരീടങ്ങളും അയാൾ ബാഴ്സലോണയ്ക്കൊപ്പം ആ സീസണിൽ കരസ്ഥമാക്കി. ഒരു സീസൺ മാത്രം ബാഴ്സലോണയിൽ കളിച്ച റൊണാൾഡോ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് അടുത്ത വർഷം തന്നെ ഇന്റർ മിലാനിലേക്ക് ചേക്കേറി. ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. റൊണാൾഡോ ബാഴ്സലോണയിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ആ ഒരൊറ്റ സീസൺ കൊണ്ട് ക്യാമ്പ് നൗവിൻ്റെ പുൽമൈതാനത്ത് റൊണാൾഡോ എഴുതി ചേർത്തത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും ആവേശഭരിതവുമായ ഒരു അധ്യായമാണ്. കാലമേറെ കഴിഞ്ഞാലും ഒട്ടനവധി പ്രതിഭകൾ വന്നുപോയാലും 1996-97 സീസണിൽ ബാഴ്സലോണയുടെ നീലയും ചുവപ്പും ജേഴ്സിയിൽ പന്തു തട്ടിയ ആ 20-കാരൻ ഫിനോമിനൻ ഉണ്ടാക്കിയ കോരിത്തെരിപ്പ് ഫുട്ബോൾ ലോകം ഒരു കാലത്തും മറക്കില്ല.